Hey guys, welcome back to RKNX. വൈദ്യുത ഊർജ്ജം ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: an electric heater operating at 230 volt draws 2 ampere current. 230 വോൾട്ടേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം 2 ആംപിയർ കറണ്ട് വലിക്കുന്നു. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഹീറ്റർ? ഈ ഹീറ്ററിന്റെ ഈ ഉപകരണത്തിന്റെ പ്രതിരോധം എത്രയാണ്? റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R is equal to V divided by I ആണ്. വി വോൾട്ടേജും ഐ കറണ്ടുമാണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത് 230 വോൾട്ട് ആണ്. കറണ്ട് 2 ആംപിയർ ആണ്. സോ 230 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടി 115 ഓം ആണ് ആൻസർ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. Calculate the heat produced when this heater operates for 10 minutes. 10 മിനിറ്റ് നേരത്തേക്ക് ഈ ഹീറ്റർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? ഹീറ്റ് എത്രയാ? നമുക്കറിയാം ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT എടുക്കാം. ഇനി അതല്ലെങ്കിൽ H is equal to IVT എടുക്കാം. ഇനി അതല്ലെങ്കിൽ H is equal to V square by R into T എടുക്കാം. ഏത് ഇക്വേഷനും നമുക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ വോൾട്ടേജും കറണ്ടും അതേപോലെ തന്നെ സമയവും ഉണ്ട്. സോ H is equal to IVT എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. 10 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റിയാൽ 10 മിനിറ്റ് ഈസ് ഈക്വൽ ടു 10 into 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ് എന്ന് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 into 230 into 600. ക്ലിയർ അല്ലേ? 2 into 230 എന്ന് പറയുന്നത് 460 ആണ്. 460 into 600 46 into 6 276. 3 പൂജ്യവും ഉണ്ട്. സോ നമുക്ക് ആൻസർ കിട്ടി 276,000 ജൂൾ. സോ 10 മിനിറ്റ് നേരത്തേക്ക് ഈ ഇലക്ട്രിക് ഹീറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം 276,000 ജൂൾ. ബൈ.